നമസ്കാരം. നമ്മളിപ്പോ തൃശ്ശൂർ ജില്ലയില് പഴുവിലുള്ള വെണ്ടർപാടത്താണ് നിൽക്കുന്നത്. വെണ്ടർപാടത്തിന്റെ ഒരു കുറച്ച് ഭാഗത്ത് കൃഷി ചെയ്യുന്ന ജോസഫ് ചേട്ടനുണ്ട്. ജോസഫ് ചേട്ടന്റെ വീട് അഴിമാവിലാണ് അല്ലെ ചേട്ടാ? അതെ, അഴിമാവ് കടവ് പാലത്തിന്റെ അടുത്ത്. പാലത്തിന്റെ അടുത്താണ്. എന്താണ് വീട്ടുപേര് മറ്റു കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? തേക്കാനത്ത് വീട്ടുംപേര്. തേക്കാനത്ത് ഹൗസ്. അതെ, തേക്കാനത്ത് ഹൗസ്. ഇവിടെ കുറെ വർഷങ്ങളായിട്ട് കൃഷിയിലുണ്ട്. അവിടെ അഴിമാവിലെ തേക്കാനത്ത് എന്താണ്? അഴിമാവിൽ ഞങ്ങൾക്ക് തെങ്ങിന്റെ കൃഷിയാണ് കൂടുതല്. അതുപോലെ തന്നെ ഓയിൽ മില്ല് ബിസിനസ് നടത്തുന്നു. 45 വർഷമായിട്ട് ഓയിൽ മിൽ ബിസിനസ്. എന്താണ് അതിന് പേര്? എന്തെങ്കിലും തേക്കാനത്ത് ഓയിൽ ആൻഡ് ഫ്ലവർ മില്ല് എന്നാണ് അതിന്റെ പേര്, സ്ഥാപനത്തിന്റെ പേര്. തേക്കാനത്ത് ഓയിൽ ആൻഡ് ഫ്ലവർ മില്ല് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റു ധാന്യങ്ങളൊക്കെ പൊടിക്കലും ധാന്യങ്ങൾ പൊടിക്കല് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. നെല്ലുകുത്തലുണ്ടോ? നെല്ലുകുത്തലില്ല. ശരി. അതില് തെങ്ങിന്റെ കൃഷി, നെല്ലിന്റെ കൃഷിയായിട്ട് ബിസിനസ് ഉണ്ട്. ബിസിനസ് ഉണ്ട്. എന്തിന്റെ ബിസിനസ്? തേങ്ങ ബിസിനസ്. നാളികേരൊക്കെ ഇപ്പൊ ധാരാളം ഉണ്ടോ അതോ കുറവാണ്? ഇപ്പൊ വില കൂടി നിൽക്കലും, അതുകൊണ്ട് നാളികേരം കുറവാണ്. വില കൂടിയിട്ടുണ്ട് അല്ലെ? വില കൂടി നിൽക്കുന്നു. ഞാനിപ്പോ ചോദിക്കാൻ പോകുന്നത് വെച്ചാല്, താങ്കൾ ഇവിടെ ഇപ്പൊ ഈ വെണ്ടർപാടത്തിന്റെ ഒരു ഭാഗത്ത് കൃഷിയുടെ ഉടമസ്ഥനാണല്ലോ. അതെ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇവിടെ ഞാറ് നടന്ന ഒരു രംഗമൊക്കെ ആയിരുന്നു അതികഠിനമായ മഴയ്ക്ക് ശേഷം. അപ്പൊ അതികഠിനമായ മഴയ്ക്ക് ശേഷം, ഡിസംബറിൽ ഉണ്ടായ മഴയ്ക്ക് ശേഷം അതിനൊന്ന് കാര്യങ്ങൾ വിശദീകരിക്കാമോ? എന്താണ് മഴ അസ്ഥാനത്തായിരുന്നു. നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ കേരളത്തിൽ സാധാരണ മഴ പെയ്യാറില്ല. ആ ഡിസംബറിലെ മഴ ഇവിടെ ഞാറ് വിത്ത് ഭാവിയർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായി. വിത്ത് ഭാവി 15 ദിവസം, 8 ദിവസം, 6 ദിവസമൊക്കെ ശേഷമാണ് മഴ പെയ്തത്. അപ്പൊ ആ വിത്ത് ഭൂരിഭാഗം ആളുകളിൽ നശിച്ചുപോയി. രണ്ടാമതും വിത്ത് സംഘടിപ്പിച്ചു, അതുപോലെ തന്നെ ഞാറ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി ഞാറ് സംഘടിപ്പിച്ചിട്ടുമാണ് ഈ കൃഷി ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതിന് കുറെ ഒരു ദുർച്ചെലവ് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഓരോ കർഷകർക്കും. അതിനുശേഷം ചെറിയ കീടിന്റെ ഒരു ഞങ്ങൾ നടുകയാണ് ചെയ്തത്. എന്റെ ഭാഗ്യത്തിൽ എന്റെ ഞാറ് വിത്തിന് അധികം കേട് വന്നില്ല. കുറച്ച് ഭാഗത്തിലും ഉയർന്ന ഭാഗത്തിലായിരുന്നു വിത്ത്. എന്റെ പേരിൽ ഞങ്ങൾക്ക് കൂടുതൽ നാശം സംഭവിച്ചില്ലേ. അതുകൊണ്ട് അത് തന്നെ ഞങ്ങൾക്ക് വിത്ത് ഞാറ് പറിച്ചു നടാനുള്ള ഞാറ് കിട്ടി. അത് ഞാറ് പറിച്ചു നട്ട് ഇപ്പൊ ഒരു 2 വളം ഇട്ടു. അത് ഇത് സംഭവിക്കാത്തതിന് കാരണം പാടം ഉയർന്ന ഭാഗത്തായതുകൊണ്ട് കൂടുതൽ നാശം ഉണ്ടായില്ല. വിത്ത് ഭാഗ്യമായി. ഇത് ഏത് ഇതിന്റെ വിത്താണ്? ഇത് ഞങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഉമ്മാ നെല്ലിന്റെ വിത്താണ്. അത് ഇനി എന്തൊക്കെയാണ് അതിന്റെ ഏറെക്കുറെ മാർച്ച് അവസാനത്തിലേക്ക് കൊയ്ക്കുന്ന സമീപം വരും. അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആ സമയത്തേക്കാണ് ഇതിന്റെ കാലാവധി. 30 ദിവസത്തെ കാലാവധി വേണം. 130 ദിവസത്തെ വിളവിലാണ് സാധാരണ കൊയ്യാറ്. അപ്പൊ അത് ഏപ്രിൽ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് മാസം ആയിട്ട് കൊയ്ത്ത് നടക്കണമെന്ന് വിചാരിക്കാം. ഇപ്പോഴത്തെ നെല്ല് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? കേട് കൂടുതലുണ്ട്. ഇപ്പൊ 1-2 വട്ടമായിട്ട് ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം മരുന്ന് അടിച്ചു, പക്ഷെ വീണ്ടും ചെറുതായിട്ട് കേടിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതാണ് കേടുകൾ? കേട് പുഴുക്കേടാണ് കാണിക്കുന്നത്. ഓലാമ്പ് പുഴു വന്ന് വിട്ട്. ഓലാമ്പ് പുഴു വിട്ടെന്ന് കേടാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സ്വാഭാവികമായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ള അനുഭവ പരിചയത്തിൽ നിന്നുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറുമായി അഗ്രികൾച്ചർ ഓഫീസ് റെക്കമെൻഡ് ചെയ്യുന്ന അതിന്റെ കണ്ടന്റ് പറഞ്ഞിട്ടുള്ള അതിനുള്ള മരുന്നുകൾ നമുക്ക് മാർക്കറ്റിംഗിൽ വാങ്ങാൻ കിട്ടും. ആ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. പല ബ്രാൻഡിൽ വരുന്നുണ്ട്. ചേട്ടാ, ഞാനിവിടെ വന്നപ്പോ ഒരു ഹിന്ദിക്കാരൊക്കെ വിളിച്ച് സംസാരിക്കലുണ്ടായി. അത് എന്തിനായിരുന്നു ചേട്ടാ? അത് ബംഗാളിയാണ് ഇപ്പൊ അവിടെ മരുന്നടിക്കാൻ നമുക്ക് ലഭ്യമായിട്ടുള്ള ആളുകളൊക്കെ. മലയാളികളൊക്കെ ഈ ഫീൽഡിൽ നിന്ന് കയറിപ്പോയി. അതായത് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മലയാളികൾ 90% പോലും ബംഗാളികളായി പോയി. ഒരു 10% പോലും മലയാളികൾ കിട്ടാനില്ല. ബംഗാളിയിലാണ് ഇപ്പൊ മരുന്നടിക്കാനായാലും അതുപോലെ തന്നെ വളടാനായാലും എല്ലാത്തിനും ട്രാക്ടർ അടിക്കാനായാലും ഒക്കെ ബംഗാളികളെ തന്നെ വരുന്നുള്ളൂ. അപ്പൊ അത് ഈ നിലയ്ക്ക് അവർക്ക് കൂലി കുറവായിട്ടാണോ അതാണോ അവർക്ക് ഡിമാൻഡ് ആയപ്പോ അവര് കൂലി കൂട്ടി. 500, 400, 600 ഉണ്ടായിരുന്നു ബംഗാളി ഇപ്പൊ 1000 രൂപ മേടിക്കുന്നത് ഒരു ദിവസത്തേക്ക്. അത് മലയാളികളെല്ലാം മാർക്കറ്റ് ഫീൽഡിൽ നിന്ന് കയറി പോയപ്പോ ബംഗാളികൾ അതൊരു ചാൻസ് ആക്കി അവര് കൂലി കൂട്ടി. ഇല്ലെങ്കിൽ അവർക്കറിയാം നമ്മുടെ പാടമൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പരാജയം ഇതിന്റെ നമ്മൾ ഈ കൃഷി മേഖലയിൽ ഇപ്പൊ ഉണ്ട്. അപ്പൊ സാധാരണഗതിയില് ഈ ബംഗാളികളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധാരണ കേരളത്തില് വളർന്നൊരു കൃഷിക്കാരന് സാധിക്കുമോ ചേട്ടാ? നമ്മളിപ്പോ ഞാൻ ബേസിക്കലി ഞാൻ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചത് കൊണ്ട് നമുക്ക് ഹിന്ദി അതൊരു ബുദ്ധിമുട്ടായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ടായില്ലേ? അത് ഹിന്ദി 10 ബേസ് ഉണ്ടല്ലോ.
ബേസ് ഉള്ളത് കൊണ്ട് നമുക്ക് പുറം നാടുകളിൽ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിനെ അല്ലെങ്കിൽ ഒരു വേറെ ഒരു മറാഠിനെയോ കണ്ടാല് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കും. ചേട്ടൻ അത്തരത്തിലുള്ള ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? അല്ല, അത് സ്കൂളിൽ 10 വരെ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. പിന്നെ പുറം രാജ്യത്ത് പോയിട്ടുണ്ട്. പുറം രാജ്യത്ത് പോയിട്ടുണ്ട്. അതിൽ പോയപ്പോ ഞങ്ങളുടെ ആളുകളൊക്കെ ഹിന്ദിക്കാരായിരുന്നു. പാകിസ്ഥാനികളുണ്ട്, അഫ്ഗാനിസ്ഥാനികളുണ്ട്, പിന്നെ അറബ് ആളുകളായിരുന്നു, പിന്നെ ഇംഗ്ലീഷുകാരാണ്. ഇപ്പൊ ലെബനൻ സിറിയൊക്കെ വന്നാൽ അവർ ഇംഗ്ലീഷ് പറയും, ഹിന്ദി പറയും, അല്ല സോറി ഇംഗ്ലീഷ് പറയും, അവര് അറബ് ഭാഷ പറയും. അപ്പൊ നമ്മൾ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോ ലാംഗ്വേജ് ഒന്നും പ്രശ്നമല്ല. ഒരു ബഹുഭാഷ പറയാല്ലേ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ സാഹിത്യ നമുക്ക് പറ്റില്ല. പിന്നെ പഠനത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുടർന്ന് പഠിച്ചില്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തുടർന്ന് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 7 വർഷം കോളേജിൽ പോയി. തൃശ്ശൂർ കേരള കോളേജിലായിരുന്നു. അവസാനം അവിടെ പഠിച്ചുള്ള MA കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കോളേജിൽ നിന്ന്. എന്തായിരുന്നു വിഷയം? MA പൊളിറ്റിക്കൽ സയൻസ്. MA പൊളിറ്റിക്കൽ സയൻസ് അത്യപൂർവമായ വിഷയമാണ്. അന്ന് വല്ല കൃഷിയിൽ തന്നെയുണ്ട്. പിന്നെ തെങ്ങ് കൃഷിയിലും മില്ലിലും വ്യവസായിക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ശരി. അപ്പൊ യഥാർത്ഥത്തില് പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആള് അതില് ഈ രംഗത്തിനെ വരട്ടത് ഇപ്പം പ്രായോഗിക രാഷ്ട്രീയത്തിലുണ്ട്. കോൺഗ്രസിന്റെ ഇവിടുത്തെ ഈ മണ്ഡലത്തിന്റെ സെക്രട്ടറിയാണ്. നാഷണൽ കോൺഗ്രസിന്റെ താന്നി മണ്ഡലം സെക്രട്ടറി കൂടിയാണ്. നമ്മൾ പ്രാക്ടിക്കൽ ഒരു സൈഡ് അങ്ങനെ നടക്കും. എന്നാൽ ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിലില്ല. നമ്മൾ കാർഷിക മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ പോയത്. പിന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങളുണ്ടല്ലോ അല്ലെ? വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ സമയം കിട്ടാറില്ല. അത്രമാത്രം. അപ്പൊ ഈ നെൽകൃഷിയെ സംബന്ധിച്ച് എങ്ങനെ എന്നും വന്ന് നോക്കുക? അത് ഇടയ്ക്കൊക്കെയാണോ ചെയ്യുന്നത്? 3 ദിവസം കൊണ്ടുപോയാലും വരും. 3 ദിവസം കൂടുമ്പോ വന്നാലേ ട്രെൻഡ് നമുക്ക് മനസ്സിലാവുള്ളൂ. കേട് വരാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞ് ഉണങ്ങാൻ പോകുന്നുണ്ടോ. 3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് വരണം. ഇപ്പൊ ചേട്ടൻ മരുന്നടിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ വന്നത്? അതെ. അപ്പൊ അതിന് മുൻപായിട്ട് എന്തെങ്കിലും ചില കാര്യങ്ങളുണ്ടോ? മരുന്നടിക്കുന്നതിന് മുമ്പ് വെള്ളം കുറയ്ക്കണം. പാടത്ത് കണ്ടത്തില് വെള്ളം കൂടുതലാണെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ ലെവലും കുറച്ചും മരുന്നടിക്കണം. അപ്പോഴാണ് കൂടുതൽ അത് എഫക്റ്റീവ് ആവുള്ളൂ. അടിഭാഗത്ത് പുഴു വന്നിരിക്കണമെങ്കിൽ ആ പുഴു ചത്തു പോകണമെങ്കിൽ മരുന്ന് നേരം പിടിച്ചാൽ. പാടത്തിൽ കൂടുതൽ വെള്ളമാണെങ്കിലും മരുന്ന് എഫക്ട് ചെയ്യില്ല. അതുകൊണ്ട് വെള്ളം കുറച്ച് മരുന്നടിക്കും, വെള്ളം കുറച്ച് തന്നെ വളരും. ശരി. അപ്പൊ അതൊക്കെ നോക്കണേ നമ്മളിങ്ങനെ ഒരു വന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അതിൽ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് നടക്കില്ല. അത് ശരിക്കും അനുഭവ പരിചയത്തിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം കൂട്ടലും കുറയ്ക്കലൊക്കെ നമ്മളുടെ ഒരു ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കോമൺ ആയിട്ട് ഒരു വ്യവസ്ഥ ഇല്ല. ഇത്ര വെള്ളം വെക്കുന്നതല്ല, ഇത്ര വെള്ളം കുറയ്ക്കാന്നല്ല. അപ്പൊ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യും. അത് കഴിഞ്ഞ പിന്നെ സ്റ്റഡി ആയിട്ട് വെള്ളം നിർത്തും. വളട്ടാല് ആ വെള്ളം പുറത്തേക്ക് പോകാതെ ആ വെള്ളം അവിടെ നിന്ന് ഉണങ്ങലാണ് അതിന്റെ ശാസ്ത്രീയമായ രീതി. ആ വെള്ളം വെള്ളം നിന്ന് ഉണങ്ങുമ്പോൾ ആ വളത്തിന്റെ എല്ലാ കണ്ടന്റും നമ്മുടെ ചെടിക്ക് കിട്ടും. അതിലാണ് ആ ചെടി പുഷ്ടിപ്പെടുന്നത്. അപ്പൊ അത് വെള്ളം വളർത്തി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളം പുറത്തേക്ക് പോകണമെന്നാണ്. നമ്മളറിയാണ്ട് ഒരു കട എടുത്ത് തുറന്ന് ആരെങ്കിലും പോകണ വഴിയിൽ ചവിട്ടി വെള്ളം പോയാല് നമ്മളെ എടുത്ത പണിയും ബുദ്ധിമുട്ടിലാകുമ്പോ അങ്ങനെ കുറെ പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഓലച്ചിപ്പുഴു പ്രശ്നം കഴിഞ്ഞു, അത് അടിച്ചാൽ തീരുമെന്ന് വിചാരിക്കാം നമുക്ക്. അത് കഴിഞ്ഞാല് പിന്നെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? കീടങ്ങൾക്ക് റെസിസ്റ്റിംഗ് പവർ കൂടുതലാണ്. അതിപ്പോ നമ്മുടെ പഴയ മരുന്നുകൾ അങ്ങോട്ട് മുഴുവൻ എഫക്റ്റീവ് ആവുന്നില്ലേ. പഴയ ഇപ്പൊ ബയർ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രാൻഡഡ് കമ്പനിക്കാരുന്നില്ല, അവരുടെ മരുന്നിന്റെ കണ്ടന്റിൽ അവര് കുറച്ചും കൂടി അവര് ഇതിൽ കിട്ടുന്നില്ല. ഇവര് കുറെ കൂടി ശേഷി വെച്ചു ഈ പുഴുക്കൾക്ക്. അപ്പൊ നമ്മൾ അന്ന് പറയുന്ന സാധനം അടിക്കുമ്പോൾ മുഴുവൻ പോയി കിട്ടുന്നില്ല. അപ്പൊ കുറെ കൂടി വീര്യം കൂടി ഇത് വരുന്നുണ്ട്, ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. വീര്യം കൂടി ബ്രാൻഡിന് പൈസ കൂടുതൽ വരും. അത് ഇറക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ്. അപ്പൊ അവർ അതിനനുസരിച്ച് അവരുടെ റെസിസ്റ്റിംഗ് പവർ അവർക്ക് കിട്ടും ഈ പുഴുക്കൾക്ക്. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ പ്രായോഗികയുടെ ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ട്. ജൈവ കീടനാശിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്? നല്ലതാണ്. പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റില്ല. നമുക്ക് വളം റെഡിമേഡ് കടയിൽ പോയി അങ്ങോട്ട് മേടിച്ച് ചാക്ക് പിടിച്ച് കൊണ്ടിട്ട് അല്ലെങ്കിൽ മരുന്ന് മേടിച്ച് അടിക്കുക. ജൈവ കീടനാശിനി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വേപ്പെണ്ണയാണ് ഉദ്ദേശിക്കുന്നത്. വേപ്പെണ്ണയിൽ ഇപ്പൊ പശുമൂത്ര അല്ലെങ്കിൽ എരുമമൂത്രം എന്തെങ്കിലും മിക്സ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ വേപ്പെണ്ണയിൽ പുഴുക്കൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സ്മെല്ല് ഇതാണ് തെളിയിക്കുന്നത്. അത് പ്രാക്ടിക്കലാവണെങ്കിൽ സംഗതി കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. കയ്യിലും എരുമമൂത്രം ഉണ്ടായാലും പശുമൂത്രം ഉണ്ട്. അതുപോലെ തന്നെ വേപ്പെണ്ണയ്ക്ക് മാർക്കറ്റിൽ വിലയുണ്ട്, അവൈലബിലിറ്റി ഇപ്പൊ കുറവാ. അത് കിട്ടുകയാണെങ്കിൽ അടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി സ്പീഡായിട്ട് മറ്റേ മരുന്ന് പെട്ടെന്ന് സ്പീഡായിട്ട് ആക്ഷൻ കാണിക്കും. ഇതാകുമ്പോൾ സ്ലോലി ആയിരിക്കും ഇതിന്റെ റേറ്റ് കിട്ടണമെന്ന് മാത്രം, റിസൾട്ട് കിട്ടണമെന്ന് മാത്രം. ഈ വെണ്ടപ്പാടത്ത് ആരെങ്കിലും അടിക്കുന്നവരുണ്ട്, ചില മേഖലകളൊക്കെ ചിലർ അടിക്കുന്നുണ്ട്, പശുക്കെ ഉള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ ഈ മറ്റേ വേപ്പെണ്ണ കിട്ടാവുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ പണ്ടത്തെ മാതൃകയില് പണ്ട് രാസവളത്തിനേക്കാളൊക്കെ പകരം ചാണകവെള്ളം ഉപയോഗിച്ചിരുന്നത്, അത് ചെയ്യുന്നവരുണ്ടോ? ചാണകം കിട്ടുന്നില്ല. ഒരു പഞ്ചായത്തിൽ നോക്കിയാലും 100 പശു കിട്ടില്ല. ഒരു പഞ്ചായത്തിൽ ഇപ്പൊ
5000 വീടുണ്ടെങ്കിൽ മാക്സിമം ഒരു 200 പശു ഉണ്ടായിരിക്കും. 200 വീടുകൾ പശു ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് ഫാം സിസ്റ്റത്തിൽ കുറച്ച് ആളുകൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചാണം വേറെ ആൾക്ക് കയറി പോകുമ്പോൾ നമുക്ക് അവൈലബിലിറ്റി കുറവാണ് ചാണത്തിന്റെ. അതുകൊണ്ട് ആദ്യത്തെ പോലെ ചെയ്യാൻ പറ്റില്ല. ചാണം നമ്മൾ ഇടുന്നത് കൊയ്ത്ത് കഴിഞ്ഞ് വേനൽക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ് പൂട്ടിയിടുമ്പോൾ അപ്പോൾ ചാണത്തിന്റെ ഇടാറുണ്ട്. ഇതിവിടെ കിട്ടില്ല, കാരണം വെള്ളം കയറും പോവത്. എങ്കിൽ കൂടി അങ്ങനെയാണ് സിസ്റ്റം. അത് ഇവിടെ പ്രാക്ടിക്കൽ. അത് നമ്മുടെ മറ്റുള്ള പടവുകളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ പെരുമാറ്റ സംശയത്തിൽ നമ്മളത്തെ ഭാഗത്തുള്ള പടവുകൾ ഇട്ടാണെങ്കിൽ അത് അവിടെ കിടക്കും. അവിടെ അങ്ങനെ വെള്ളം കയറി പോകുന്നില്ല. പറഞ്ഞ് വെള്ളം കയറി പോകുന്ന സ്ഥലത്താണ്. ഇവിടെ സീസൺ കഴിഞ്ഞിട്ട് പിന്നെ സീസൺ തുടങ്ങുന്നതിന് വളരെ കാര്യമാണ്. ജൈവവളം എന്ന് പറയുമ്പോൾ സാധാരണ എന്ത് വളങ്ങളാണ് ചെയ്യാറ് ഇവിടെ? ഇവിടെ ഇപ്പൊ ഫാക്ടറി യൂറിയ പൊട്ടാഷ്. അത് ഏത് സമയങ്ങളിലാണ് ചെയ്യാം? അത് നമ്മള് ഞാറ് നടുന്നതിന് മുമ്പ് നമ്മൾ കുമ്മായി മാത്രമേ ഇട്ടുള്ളൂ. മണ്ണിന്റെ ഒരു ഘടനയിലൊരു പുളി രസം ഉണ്ടല്ലേ, അത് ഒഴിവാകാൻ വേണ്ടിട്ട് കുമ്മായി ഇടുന്നത്. കുമ്മായിട്ട് മണ്ണും സോയിലൊന്നും ഇത് പറയില്ല. അപ്പൊ അതില് ആ പുളിയുടെ പഴപ്പിന്റെ രസം പോയി കിട്ടും. അതിനുവേണ്ടി കുമ്മായി ഇടും. അത് പോയി നട്ടതിന് ശേഷം 1, 2, 3 വളം ഇടും. ഫസ്റ്റ് ഒരു പൊടി വളം ഇടും. അത് ഏതാണോ? അത് സാധാരണ യൂറിയ ഇടാം. വേരൊന്നും വലിച്ചു പൊഞ്ചാണെങ്കിൽ യൂറിയ നല്ലത്. അത് കഴിഞ്ഞ ഫാക്ടംബോസും പൊട്ടാഷും ഇടും. അതില് 40 ദിവസം കഴിയുമ്പോൾ 20 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ വളരും. ഒരു കതിര് വളരും. അതില് 45 കതിര് വരുന്നതിന് മുന്നാണോ? കതിര് വരുന്ന സമയത്ത് കതിര് വളരും. അപ്പൊ കതിരിനൊരു ആക്കം കിട്ടും. അതൊക്കെ 60 ദിവസങ്ങളിലൊക്കെ ഏറെക്കുറെ കഴിയില്ല. നല്ല വളങ്ങൾക്ക് 60 ദിവസങ്ങളിൽ ഇടണം. ഇപ്പൊ ചേട്ടന്റെ നെല്ല് ഈ കതിര് വരാനായിട്ട് എത്ര നാൾ? കതിര് വരാനായിട്ട് ഇപ്പൊ ഒരു 30 ദിവസം വേണ്ടി വരും. 1 മാസം വേണ്ടി വരും അല്ലെ? ഫെബ്രുവരിയിലായിരിക്കും കതിര് വരിക. പിന്നെ ആദ്യം ആ വളം നമ്മൾ ഇട്ട് അവസാനിപ്പിക്കും. പിന്നെ ഇവിടെ കുറച്ച് വളത്തിലധികം ആവശ്യമില്ല ശരിക്കും. ഈ വെണ്ടത്തോട്ട് പറയുമ്പോൾ ഇവിടെ ഈ പുഴയിൽ നേരിട്ട് ഈ മറ്റേ കരുവിന് പുഴയിൽ നിന്ന് വരുന്ന ചേറും മട്ടൊക്കെ മറിയുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചേറ് മറിഞ്ഞു വരുന്ന സ്ഥലങ്ങളാണ് നമ്മളൊക്കെ. വർഷക്കാലത്ത് ഇവിടെയൊക്കെ ചേറ് കൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഫെർട്ടൈലാണ്. അതുകൊണ്ട് നല്ല വളക്കൂറുണ്ട്. കേടൊന്നുമില്ലെങ്കിൽ നല്ല വെള്ളം ഇവിടെ കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. ചില വർഷങ്ങളിൽ ഇങ്ങനെ കേടും കാര്യങ്ങളൊക്കെ ആയിട്ടും കാലാവസ്ഥ ചതിക്കുമ്പോ നമുക്ക് കുറച്ച് നമുക്ക് വരും. അല്ലെങ്കിൽ മൊത്തത്തിൽ അത് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നൊരു മേഖലയാണ് ഈ വെണ്ടപ്പാട്. ശരിക്കും പറഞ്ഞാല് പൊളിറ്റിക്കൽ സയൻസില് ഒരു പിരിച്ചെടുത്ത ഒരു കർഷകൻ എന്ന നിലയില് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.